3 കിലോമീറ്റർ ഇരിക്കാനുള്ള ആൾക്കാർ വെച്ചു. അപ്പം ഇൻസ്റ്റാഗ്രാം അവിടെ മുഴുവൻ ആൾക്കാർ വന്നാൽ എന്നാ ചെയ്യല്ലേ? ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നില്ല, അങ്ങനെ വരികയില്ല. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം ഇതൊരു താല്പര്യമാണ്. കർത്താവ് പറഞ്ഞു, പിതാവ് ആകർഷിച്ച് അല്ലാതെ ഒരുത്തരും എന്ത് ചെയ്തില്ല, വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കുന്ന ദൈവം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ വരണം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളത് പ്രതീക്ഷിക്കുന്നു. എങ്കിലും അതിൽ നിന്ന് വളരെയധികം ആൾക്കാരിങ്ങനെ ആൾക്കാർ വരുന്നു. 8 ദിവസം നടക്കുന്ന ഏതാണ്ട് 38ഓളം യോഗങ്ങളാണ് തോന്നുന്നു. 38 യോഗങ്ങളാണുള്ളത്. അതിൽ വളരെ ജനങ്ങൾ വന്നു പോകുന്നു. 10,000-കണക്കിന് ആൾക്കാരും ചെയ്യുന്ന അവിടെ വന്നു പോകുന്നു എന്ന് നമുക്കറിയാം. ഒരു യോഗത്തിന് വരുന്നത് അടുത്ത യോഗത്തിൽ വരണമെന്നൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ 1000-കണക്കിന് ആൾക്കാരും ചെയ്യുന്ന ഒരാഴ്ചയും നമ്മളവിടെ പോകുന്നു. അതാണ് അതിൽ എല്ലാവരെയും ഈ ആഴ്ച മൊത്തമായിട്ടൊന്ന് പങ്കുചേർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കൺവെൻഷൻ എന്നുള്ളതല്ല, അപ്പുറമായിട്ട് ഒരു ആത്മീയ കൂട്ടായ്മയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇത് 3 ദിവസമായിട്ട് ക്രമീകരിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിങ്ങനെ ക്രമീകരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്കറിയത്തുള്ളൂ. ഇവിടെ ഉള്ളവരുടെ ക്രമീകരണമെല്ലാം കേൾക്കാനും ഉൾപ്പെടെ ഡാനിയൽ സാർ ഉൾപ്പെടെ നിങ്ങൾ ചെയ്തു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കാഞ്ചിയാർ സഭയെ ഞാൻ ആ കാര്യത്തിൽ പ്രിയമുള്ള സാറിനെയും സാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാർ, കമ്മിറ്റികൾ, സെക്രട്ടറി, റൈസിംഗ് കൗൺസിൽ അംഗങ്ങൾ, നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മകളുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കൃത്യമാണ് അഭിനന്ദനം സമയം അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ക്രമീകരണമെല്ലാം അതിൻ്റെ പ്രോഗ്രാം എല്ലാം ക്രമീകരിക്കുന്നത് ഫെയറിൻ്റെ കൺവീനറായിരിക്കുന്ന അഭിമാനച്ചനാണ്. അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ടീമുകളാണ്. ഇവിടെ അവരെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ജയ്മാനെ കുറിച്ച് പറഞ്ഞത് പേടിക്കുമ്പോൾ ജയ്മാൻ വെള്ളാറ സഭയുടെ ശുശ്രൂഷനായ പ്രസാദ്, അദ്ദേഹം ഓഫീസിലെ സ്റ്റാഫാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പ്രത്യേക ഘട്ടമെന്ന് പറഞ്ഞ് വെള്ളറയിൽ പോയി ശുശ്രൂഷ എടുക്കണമെന്ന് പറഞ്ഞ് 8 പതിനൊക്കെ നന്നായിട്ട് അറിയാം. ആരാധന എടുക്കും, പള്ളിയിലേക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ആരാധന എടുക്കുന്നതൊക്കെ അറിയാം. മാത്രമല്ല ഡയസിൻ പ്രോജക്റ്റുകളിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പള്ളിയായിട്ട് നല്ല കഴിവുകളാണ്. പൊക്കടാന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കുറച്ച് നാൾ അദ്ദേഹം സാറായിട്ട് ചെയ്തു. അവിടെ സാറ് നമ്മുടെ ഉപദേശിച്ചിട്ട് അദ്ദേഹം റിസൾട്ട് ചെയ്ത ആളാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഇനി അവിടെ നിന്ന് പോകുമ്പോൾ എന്ന് വിചാരിച്ചു. മതി റിസൾട്ട് മതി പറയാൻ പറഞ്ഞു. ഓഫീസിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സജീവ സാന്നിധ്യം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് അവരെ നമുക്കറിയാം. ഈ കഞ്ചാർ ഇടവകയെ സംബന്ധിച്ച് ഈ ബംഗോല് ഇടവകയാണ് കഞ്ചാർ സഭയുടെ ഉൾപ്പെടുന്നത്. അച്ഛനും അശോകുമാർ അച്ഛൻ കഴിഞ്ഞ ദിവസം ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് വരാൻ അസൗകര്യമുണ്ട്. ഒരുപക്ഷെ തിരുമേനി വരുമ്പോൾ ഇവിടെ ഇടപെട്ടക്കാരില്ലെങ്കിൽ തിരുമേനി എന്നെ വിചാരിക്കുന്നു അവർക്കായിരിക്കും. അതങ്ങനെ അച്ഛന്മാർക്ക് പറഞ്ഞിട്ട് അവർ തീർച്ചയായിട്ടും എല്ലാവരും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ഇടവ വിട്ട് പോകുമ്പോൾ ആ കാര്യം അപ്പോൾ തന്നെ വിളിച്ച് പറയാറുണ്ട്. ഒരു ദിവസം കൂടുതൽ അവരവിടെ ഇല്ലെങ്കിൽ അത് ഈ ഭാഗത്തേക്ക് അവർ തരാറുണ്ട്. ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയല്ല, അവരെവിടെ ആയിരിക്കുന്നു എന്ന് അതാത് സമയത്ത് അറിയാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് തോന്നുന്ന അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി പോയ കാര്യം പറയുന്നുണ്ടായി. ഞായറാഴ്ച രാവിലെ പറഞ്ഞു. ജില്ലാ ചെയർമാൻ നമ്മുടെ കൂടെ നമുക്ക് അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ സ്വന്തം ആളാണ്. ഇല്ല, കട്ടപ്പനക്കാരനാണ്, കട്ടപ്പന ഇടവക്കാരനാണ്. നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരച്ഛൻ നമുക്ക് ഈ ഇത്തവണ നമുക്ക് ചെയർമാനായി ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ജില്ലയുടെ കട്ടപ്പന ഇടവകയുടെയോ അല്ലെങ്കിൽ ഏത് ഈ ജില്ലയിൽ ഉൾപ്പെടെ എല്ലാ ഇടവകളും വളരെ കൃത്യമായിട്ട് അറിയുകയും അതിൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാതെ അറിവുള്ള ഒരാളാണ്, അതിന് താല്പര്യമുള്ള ആളാണ്. തീർച്ചയായിട്ടും കട്ടപ്പന ഇടവയിൽ തന്നെ ഇരുന്നുകൊണ്ട് ജില്ലയ്ക്ക് വളരെ ശക്തമായ നേതൃത്വം ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അച്ഛൻ കൃത്യസമയത്ത്